ISROയെ സ്വകാര്യവൽക്കരിക്കാൻ കേന്ദ്രം വിക്ഷേപണ വാഹനങ്ങളും പതിവ് ഉപഗ്രഹങ്ങളും നിർമ്മിക്കുന്നത് പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനാണ് കേന്ദ്രം ഒരുങ്ങുന്നത്. ഇതോടെ ഗവേഷണത്തിലും നൂതന സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിലും മാത്രമായി ISROയുടെ പ്രവർത്തനം ഒതുങ്ങും. ബഹിരാകാശ ഗവേഷണ രംഗത്ത് രാജ്യത്തിന്റെ അഭിമാനമായ ISROയെ ഘട്ടം ഘട്ടമായി സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കമാണ് കേന്ദ്രം നടത്തുന്നത്. വിക്ഷേപണ വാഹനങ്ങളും പതിവ് ഉപഗ്രഹങ്ങളും നിർമ്മിക്കുന്നതിൽ നിന്ന് ISRO പൂർണ്ണമായും പിന്മാറും. ഈ പ്രവർത്തനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. ഗവേഷണത്തിലും നൂതന സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിലും മാത്രമായി ISROയുടെ പ്രവർത്തനങ്ങൾ ഒതുങ്ങും. സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി ഇൻസ്പേസ് ചെയർമാൻ ഡോക്ടർ പവൻ ഗോയങ്കയാണ് വെളിപ്പെടുത്തിയത്. ചെറിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന SSLVയുടെ സാങ്കേതികവിദ്യയും ഉൽപാദനാവകാശവും ഇതിനകം തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് കൈമാറിയിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ റോക്കറ്റുകളായ PSLVയും LVM-3യും സ്വകാര്യവൽക്കരിക്കും. എന്നാൽ SSLVയിൽ നിന്ന് വ്യത്യസ്തമായി അടുത്ത ഘട്ടത്തിൽ പൊതുമേഖലാ കമ്പനികളെ പങ്കെടുപ്പിക്കില്ല. പൂർണ്ണമായി സ്വകാര്യ മേഖലയ്ക്കാവും നൽകുക. അതേസമയം ISROയെ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. അദാനിയടക്കമുള്ള കുത്തകകൾ ബഹിരാകാശ മേഖലയിൽ കൂടുതൽ നിക്ഷേപം നടത്തുന്ന സാഹചര്യത്തിലാണ് ISROയെ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര നീക്കം. കൈരളി ന്യൂസ്, ദില്ലി.